റാഗിങ് പണ്ട് നമ്മൾ കോളേജുകളിലൊക്കെ സൗഹൃദപരമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഇപ്പം അത് സ്കൂളുകളിൽ വരെ ഭയങ്കര ക്രൂരായിട്ടുള്ള രീതിയിലാണ് ഈ റാഗിങ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബീബോ, നമ്മളിപ്പോ കേരളത്തിൽ കുറച്ച് കേസുകൾ കണ്ടു അല്ലേ? ഇപ്പൊ നമ്മളെ കോട്ടയം ജില്ലയില് ആ മറ്റേ നേഴ്സിന്റെ ആ ഒരു സംഭവം അന്ന് എത്രത്തോളം അത് ചിന്തിപ്പിച്ചു കാരണം നമ്മളും കോളേജുകളിലൊക്കെ പഠിച്ചേക്കണേ, നമ്മളും കോളേജുകളിൽ പഠിക്കുമ്പോൾ നമുക്കും റാഗിങ് നമ്മൾ ചെയ്തേക്കണ്, നമ്മളും റാഗിങ്ങിനെ ഇരയിക്കണേ. അപ്പോൾ ഈ ഒരു കാര്യം, ഇപ്പൊ ഈ കോട്ടയത്ത് നടന്ന ഈ ഒരു കാര്യം എത്രത്തോളം അന്നാതിരി ചിന്തിപ്പിച്ചു? ശരിക്കും ഞാനത് പറയുമ്പോഴേ എനിക്കതൊരിക്കലും റാഗിങ് എന്നുള്ള ഒരു ചെറിയ പേരിട്ട് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതൊരിക്കലും റാഗിങ് ഇല്ല, അതൊരു തരത്തിലുള്ള പീഡനാണ്, ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു പീഡനാണ്. കാരണം ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ഹൃദയമുള്ള ഒരാൾക്ക് ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അനുകമ്പ വരും, അല്ലെങ്കിൽ ഒരു സങ്കടം വരും നമുക്ക്. കാരണം ഒരു മനുഷ്യനെ അത്തരത്തിലത്തെ ദ്രോഹിക്കുമ്പോൾ നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ കോമ്പസ് കൊണ്ട് കുത്തിയിട്ടും മേത്തി ലോഷൻ വെച്ചു ആ വിദ്യാർത്ഥി പറയുന്നുണ്ട് എനിക്ക് വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്, അതുപോലും വക വെക്കാതെ ആണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. കൂടുതലായിട്ട് ലോഷൻ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പഠിക്കണ കോഴ്സ്, പഠിക്കണ ആ ഒരു സംഭവം എന്ന് പറയുന്നത് നഴ്സിംഗ് ആണ്. നാളത്തെ മാലാകമാരാവേണ്ട ആളുകളാണ്. കാരണം ഇതുപോലെ ഒടിവും ചതവും മുറിവും എന്താ പറയാ മരണത്തിന്റെ വക്കിൽ വിട്ട ആൾക്കാരെ സ്വാന്തനിപ്പിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ച് ചികിത്സിച്ച് കൊണ്ടുവരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ആളുകളാണ് ഇത്തരത്തിലുള്ള കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വരുന്നത് വെച്ചാൽ നമ്മൾ എങ്ങനെ അവരെ വിശ്വസിച്ചിട്ട് നമ്മൾ ഓരോരുത്തർക്ക് ചികിത്സക്ക് പോവാം? പിന്നെ മാത്രമല്ല ഇതിൽ പ്രത്യേകിച്ച് ഒരു മോട്ടീവ് ഉണ്ടോന്ന് ചോദിച്ചാൽ അത് പറയാനൊക്കെ ഒരു മോട്ടീവ് വെറുതെ റാഗിങ് ഇപ്പൊ എല്ലാ ക്യാമ്പസിലും നടക്കുന്നുണ്ട്. അത് ഒരിക്കലും ശരിയാണെന്ന് വാദിക്കല്ല, പക്ഷെ നടക്കുന്നുണ്ട്. പക്ഷെ എന്താ അറിയോ, ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് ഒരിക്കലും പറ്റൂല. കാരണം ഒരു മനുഷ്യനൊക്കെ ഇത്തരത്തിൽ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല. അതും എത്ര വയസ്സായിട്ടുള്ള നോക്കണം, ഒരു 20-21 വയസ്സായ ഒരു വിദ്യാർത്ഥിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ ഇത്രത്തോളം തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്മാരോട് എന്തെങ്കിലും ചെയ്യണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മുൻപകയോ അല്ലെങ്കിൽ മുൻ വൈരാഗ്യം എന്തെങ്കിലും വേണ്ടേ? ഇതൊന്നും ഇല്ലാതെ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ ഒരു സംഘം ചേർന്നിട്ട് മർദ്ദിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഏത് കേസ് നടന്നത് കണ്ണൂര് ഇപ്പൊ റീസെന്റ് നടന്ന സംഭവമാണ് ഒരു +1 വിദ്യാർത്ഥിയുടെ കാര്യം. അതൊക്കെയെന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് കോളേജുകളിലൊക്കെ നമ്മളത് കേട്ട് ശീലിച്ചിട്ടുണ്ട്, കോളേജിലൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ചെറു പ്രായക്കാർക്ക് ഒരു സംഭവം എത്താൻ തുടങ്ങി. ഇപ്പൊ റീസെന്റ് ആയിട്ട് 9ാം ക്ലാസ് വിദ്യാർത്ഥിന്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 9ാം ക്ലാസ്സുകാരന്റെ ഒരു സംഭവം ഈ കണ്ണൂരത്തെ കാര്യം പറഞ്ഞല്ലോ, ഈ കണ്ണൂരത്തെ കാര്യത്തിന് മോട്ടീവ് എന്താ? അതാണ് ഏറ്റവും നോക്കി ഒരു സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കൂലേ? കണ്ണടച്ച് വെള്ളം കുടിക്കണോ? ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകേണ്ടി വരും നമ്മളെ കുട്ടികളൊക്കെ. കാരണം ഒരു വെള്ളം കുടിച്ചപ്പോ നോക്കി എന്നുള്ള പേരിലൊക്കെ ഒരാളെ മർദ്ദിക്കുക എന്ന് പറഞ്ഞതൊക്കെ എവിടെ തന്നെ ആയാ അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഹയർ സെക്കൻഡറി കോളേജ് ഇപ്പൊ അതൊക്കെ പോട്ടെ. ഇപ്പൊ വിജില് പറഞ്ഞ പോലെ തന്നെ 9ാം ക്ലാസ്സുകാരന്റെ കേസ് നമ്മൾ കണ്ടു. ഭയങ്കര നമുക്കൊക്കെ മനസ്സിൽ നമ്മളൊക്കെ 9ാം ക്ലാസ്സുകാരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെ ചെറിയ കുട്ടികൾ എങ്ങനെ ഇവരുടെ മനസ്സിൽ ഇത്ര ബ്രൂട്ടൽ ചിന്താഗതികൾ എങ്ങനെ വരുന്നത്? എന്താണ് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ? ഇത് മാത്രല്ല, സൂയിസൈഡ് ചെയ്തു, ആ കുട്ടി ചെയ്തു, അത് പറഞ്ഞിട്ട് ആ കുട്ടികളുള്ള തമ്മിലുള്ള ചാറ്റ്, ഗ്രൂപ്പ് ചാറ്റ്, സ്ക്രീൻഷോട്ട് കണ്ടു. നമുക്കൊക്കെ ഭയങ്കര ഇടങ്ങറുണ്ടാക്കുന്ന ഇതാണ്. നമ്മളെ ജനറേഷന് നമ്മളെ കുട്ടികളൊക്കെ വളർന്നു വരികയാണ്. ഓൽക്കൊക്കെ എന്താ സംഭവിക്കുക, അങ്ങനത്തെ ഒരു കാലത്ത് എങ്ങനെ ഒരു ജീവിക്കുക, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ ഒന്നും നമുക്കറിയില്ല. അപ്പൊ ഇനിയിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊക്കെ കോളേജുകളിൽ, നിങ്ങളെന്നല്ല ഞാനും, നമ്മളൊക്കെ കോളേജുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മളൊക്കെ റാഗിങ്ങിന് എന്റെ വിജിലിന്റെ ഒക്കെ ഒരു റാഗിങ് അനുഭവം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ പുറത്ത് പഠിച്ചൊരു വ്യക്തിയാണ്. ഞാൻ പഠിച്ചത് ചെന്നൈയിലാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു മിതമായ രീതിയിൽ റാഗിങ് ഉള്ളൂ. ഇപ്പോഴല്ല, കുറച്ച് മുന്നേ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഞാൻ പുറത്ത് പഠിക്കുന്ന അന്നേ പുറത്തൊക്കെ നല്ല ബ്രൂട്ടൽ റാഗിങ് ആണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞങ്ങളൊരു റാഗിങ്ങിന് പോകുമ്പോൾ നമ്മൾ ചിരിച്ചാൽ നമുക്ക് അടിയെടുക്കും. അത്രയ്ക്കും പറയുകയോ സംസാരിക്കുകയോ ഒന്നുമില്ല, നേരെ അടിക്കുക, ഒരാൾക്ക് വേദനിപ്പിക്കുക. ഞാനൊക്കെ പോകുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കോളേജിൽ നിർത്തി പോന്നാലെന്ന്. പക്ഷെ നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും വീട്ടുകാരുടെ ഒരു ഹോപ്പ്, നമുക്കൊരു ഡ്രീം ഉണ്ട്, ഇതെങ്ങനെ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവിടെ പോകണം. ഒരുപാട് പൈസ കെട്ടി പഠിക്കുമ്പോൾ അല്ല ഞാനൊരു ചോദിക്കട്ടെ, അവർക്ക് ആ ഒരു സമയത്ത് അങ്ങനെ റാഗിങ് കിട്ടുമ്പോൾ ടീച്ചേഴ്സിനോട് അതുപോലെ തന്നെ പാരന്റ്സിനോട് പറയണം തോന്നിയിട്ടില്ല? ഒരിക്കലും പറയണം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇത്രയും എമൗണ്ട് വീട്ടുകാർ നമ്മൾ തന്നിട്ട് നമ്മൾ ഒരു പകുതിക്കുന്ന ഡ്രോപ്പ് ചെയ്ത് പോരുമ്പോൾ ചെറിയ ഇഷ്യൂ. നമ്മൾ ഇപ്പം എന്താണെങ്കിലും നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യണം, അത് അത്രയും പൈസ വേസ്റ്റാണ്. നമ്മൾ ലോൺ എടുത്തിട്ടും വീടിൻ്റെ പേപ്പറൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോരുത്തർ സ്റ്റഡീസ് ചെയ്യണത്. ഇത് പോരാണ്ട് നമുക്ക് അന്നെന്ന് പറഞ്ഞാൽ അത് കംപ്ലൈൻറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് വേറെ അടി കിട്ടും.
അത്രയ്ക്കൊരു പേടിയുള്ള അവസ്ഥയാണ് ആ റാഗിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. 2 മണി 3 മണിക്കൊക്കെ വിളിക്കുക, ഡാൻസ് കളിപ്പിക്കുക, പാട്ട് പഠിപ്പിക്കുക, അത് ഡാൻസിന്റെ സ്റ്റെപ്പ് ശരിയല്ല എന്ന് പറഞ്ഞ് അടുപ്പിക്കുക. ഇങ്ങനെയൊക്കെ ആയിരുന്നു പുറത്ത്. എൻ്റെ സമയത്തൊക്കെ ഇങ്ങനെയായിരുന്നു റാഗിങ്. ഇപ്പൊ അതിലേറെ കേരളത്തിൽ വന്ന് കണ്ടില്ലേ, മരണത്തിനാണ് ഓരോരുത്തരും ഇരയാവുന്നത് ഈ റാഗിങ് മൂലം. ഇപ്പൊ നിങ്ങളെ കോളേജിൽ ഇപ്പൊ എന്തൊക്കെ നടന്നിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചോളം ഞാൻ ക്യാമ്പസ് പഠിച്ച ഒരാളാണ്. എനിക്കൊന്നും അത്തരത്തിലുള്ള രീതിയിലുള്ള ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ നമ്മളെ ക്യാമ്പസിൽ നമ്മൾ പഠിച്ച സമയത്ത് പാട്ടാടാനും ഡാൻസ് കളിക്കാനും ഒരു റൗണ്ട് അങ്ങോട്ട് പോവാ, ഒരു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ച ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9ാം ക്ലാസ്സുകാരുണ്ടല്ലോ, ഇവരുടെ മൈൻഡിലേക്ക് എങ്ങനെ ഈ റാഗിങ് എന്നുള്ള കൺസെപ്റ്റ് എത്തിപ്പെട്ടു എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ഈ ഒരു 9ാം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ് ഒരു 10ാം ക്ലാസ്സിന് പാടി എത്താത്തൊരു കുട്ടികളുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ റാഗിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നു, അല്ലെങ്കിൽ എന്താണ് ഇത് എത്താനുള്ള കാരണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു തരത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും സിനിമ മോശമായി കാണുന്നതോ സിനിമനെ അങ്ങനെ തള്ളി പറയുന്ന ഒരാളല്ല. പക്ഷെ ഫിലിം ഒരു വിധത്തിൽ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം നായകന്മാര് വില്ലന്മാര് നായകന്മാരാവുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു ഫാക്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പിന്നെ പോരാത്തതിന് കുട്ടികളുടെ മനസ്സിൽ കുറെ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. ഒരു 4 ആളെ മുന്നിൽ വെച്ച് ഞാൻ ഒരുത്തനെ അടിച്ച് ഓന്റെ മേത്ത് ചോര വന്നാൽ ഞാൻ മാസം സത്യം. അത് കാരണം ഇപ്പത്തെ പിള്ളേരുടെ മനസ്സിൽ അങ്ങനെയാണ്. ഞാൻ ഒരാളെ തല്ലുക അല്ലെ 4 ആളെ മുന്നിൽ തല്ലി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സ്കൂളിലെ ഹീറോ ആണ്, പിന്നെ ഇന്നാരും തൊടൂല, ഓനെ തൊടണമെങ്കിൽ ഓൻ വലിയ ആളോ അന്ന് അത്ര ആളോ, അങ്ങനെ ഒരു മെന്റാലിറ്റി കുട്ടികളുടെ ഇടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കൺസെപ്റ്റ് ഒക്കെ മാറണം എന്നുണ്ടെങ്കിൽ ഒരു സത്യം പറഞ്ഞ സ്കൂളും കോളേജും പോലീസും നാട്ടുകാരെല്ലാവരും കൂടി ഒരു ഒത്തൊരുമ വേണം. കോളേജിൽ ഓരോ കാര്യങ്ങൾ പുതിയ ഇപ്പൊ ഒരു ആന്റി റാഗിങ് അതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. പക്ഷെ അത് സ്ട്രോങ് ആക്കണം. ഇപ്പോഴും ഉണ്ട്, അത് ചെറിയ രീതിയിലുണ്ട്, പക്ഷെ അത് സ്ട്രോങ് ആക്കണം. അപ്പൊ ഈ ഒരു കോളേജിന്റെ പ്രിൻസിപ്പളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ റാഗിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രിൻസിപ്പളാന്നുള്ള രീതിക്ക് എന്തൊക്കെ കോളേജിൽ ചെയ്യും? നമുക്കത് മാതൃകാപരമായിട്ട് ചെയ്യാം. ആദ്യം നമുക്കൊരു ക്യാമ്പസിൽ ഞാനൊരു പ്രിൻസിപ്പാൾ ആയിരിക്കണം. നല്ല ചോദ്യമാണ്. ഞാനൊരു ക്യാമ്പസിൽ ഒരു പ്രിൻസിപ്പാൾ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് ആദ്യം ചെയ്യാൻ മാതൃകാപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വിദ്യാർത്ഥി ഇങ്ങനെ റാഗിങ്ങിന് ഇരയായി, ആ വിദ്യാർത്ഥിയുടെ കംപ്ലൈന്റ് തന്നു, ഞാൻ ആരാണോ ആ വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത് അവരെ ടെർമിനേറ്റ് ചെയ്യണം. അവർക്ക് സസ്പെൻഷനും ഡിസ്മിഷനും അതെന്തോ അല്ല, അവർ ടെർമിനേറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു പാഠമാണ്. കാരണം റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റാഗിങ്ങിന്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാഗിങ് ചെയ്ത വ്യക്തി ആരാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും അതിന്റെ ഇത് കൊടുക്കണം, ശരിക്കുള്ള റാഗിങ്ങിന്റെ നിയമം. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ, പേരൻസിനെയും വിദ്യാർത്ഥികളെ ഒരു സെമിനാർ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇയർ വരുമ്പോഴാണ് അഡ്മിഷൻ എടുക്കും. ഈ ഫസ്റ്റ് ഇയർ വരുമ്പോഴാണ് കൂടുതൽ റാഗിങ്ങും കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക. അപ്പൊ എന്താ ഈ സെക്കൻഡ് ഇയേഴ്സ് തേർഡ് ഇയേഴ്സ് ഉള്ള പേരൻസിനെയും വിദ്യാർത്ഥികളെയും വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ക്ലാസ് കൊടുക്കണം. അതായത് ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള റാഗിങ് കേസുകൾ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് റാഗിങ് കിട്ടിയിട്ട് മരണപ്പെട്ടുള്ള ആൾക്കാർ, റാഗിങ് കിട്ടി സൂയിസൈഡ് ഉള്ള ആൾക്കാർ, എല്ലാവരും മാനസികാവസ്ഥ സെയിം ആവില്ല. അങ്ങനെ അപ്പൊ നമ്മൾ ആ ഒരു ക്ലാസ് വെച്ചിട്ട് രക്ഷിതാക്കളെ, അതായത് സെക്കൻഡ് ഇയേഴ്സ് തേർഡ് ഇയർ ഫോർത്ത് ഇയർ പോലുള്ള രക്ഷിതാക്കളെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, വിദ്യാർത്ഥികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം എന്താ, കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മളൊരു കുട്ടീനെ ഒരു ക്യാമ്പസിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അധ്യാപകരും അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ ബാക്കിയുള്ള ആളുകളും സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ആ ഒരു സംരക്ഷിക്കുന്ന വിശ്വാസത്തിലാണ് നമ്മൾ വിജിൽ നടത്ത പറഞ്ഞു ആന്റി റാഗിങ് കമ്മിറ്റിന്റെ കാര്യം. ഈ കമ്മിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രവർത്തിപ്പിക്കും, അല്ലെങ്കിൽ അത് എത്രത്തോളം നിയമപരമായിട്ട് കൊണ്ട് നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആന്റി റാഗിങ് കമ്മിറ്റിയിലുള്ള ആൾക്കാർ തന്നെ ചിലപ്പോ പോയി റാഗിങ് സ്വാഭാവികമാണ്. പല ക്യാമ്പസിലും നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അതൊക്കെ. നമ്മളെന്താ പറയുക, ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് എന്താ പറയുക, ഈ അനുകമ്പ അല്ലെങ്കിൽ സിമ്പതി എമ്പതി ആ സംഭവം ഇല്ല. കാരണം വേറെയുള്ളവർക്ക് ടച്ച് കഴിഞ്ഞാല് അതൊരു മാസം പറഞ്ഞ പോലെ തന്നെ മാസമായി കാണിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇപ്പൊ ഞാൻ പറയട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. എങ്ങനെ അറിയോ, ഫസ്റ്റ് ഇത് കണ്ടുകൂടെ എനിക്കറിയില്ല. അതായത് +2കാരും +1കാരും, ഇവര് +2കാർ ബാനർ വെക്കും, +1കാർ അത് ഇതാക്കും, അതിന് റീൽ ഉണ്ടാക്കും, ഇത് അടുത്ത ദിവസം ഇതൊക്കെ ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു പക, അവർക്ക് തമ്മിലുണ്ടാവുന്ന ഒരു പക സ്വാഭാവികമായിട്ട് സംഭവം ഉണ്ടാവും. സത്യം പറഞ്ഞ റീച്ച് കിട്ടാനും അതേപോലെ തന്നെ വേറുള്ളവർ ഉപദ്രവിക്കുന്നതോട് കൂടി ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു ജനറേഷനാണ്. ചിന്താഗതി വരും ഒരിക്കലും അങ്ങനെയല്ല. കാരണം ഇതെന്താ അറിയോ, ഇന്നിപ്പോ ആ മിഹിറിന്റെ സംഭവം പറഞ്ഞല്ലോ, മിഹിർ ആത്മഹത്യ ചെയ്തു, അങ്ങനെ സംഭവം നടന്നു. ഈ വിദ്യാർത്ഥികൾക്കുണ്ടല്ലോ ഇപ്പൊ അതൊരു സംഭവം ഒരു തരത്തിലൊരു പോലെ ജീവിതത്തിലൊരു തരത്തിലും മാറ്റങ്ങൾ വരില്ല, അല്ലെങ്കിൽ ആൾക്കാർ പ്രശ്നം വരാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ സംഭവത്തിനൊരു കുറ്റബോധം വരുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും വരും. കാരണം കുറച്ച് കഴിയുമ്പോൾ ഒരു 10 വരുമ്പോ ഞാൻ അന്ന് ചെയ്തത്, അന്ന് ഒരു പക്ഷെ അത് തിരിച്ചെടുക്കാം. ഇനിയിപ്പോ ആ സംഭവം തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, നഷ്ടപ്പെട്ടു.
ഇതിനെ കുറിച്ച് നമുക്കൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. എനിക്ക് കുറ്റബോധം ഉണ്ടായിട്ട് കാര്യമില്ല, കാരണം ചെയ്യണതിന് മുന്നേ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ്, കോളേജ് ആണെങ്കിൽ മാനേജ്മെന്റ്, പ്രിൻസിപ്പൾ, ഇവരൊക്കെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കണം. ഓരോ ക്യാമ്പസ്, ഓരോ അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇന്റെ ക്യാമ്പസിൽ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള റാലി നടക്കൂല, നടത്താൻ അയക്കൂല. അത് പാരന്റ്സിനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം. ഇങ്ങനത്തെ സംഭവങ്ങൾ നടത്താൻ അയക്കൂല എന്നുള്ള കാര്യം തന്നെ പറയണം. അഥവാ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും, ഒരു സംശയവും ഒഴിവാക്കും. കോളേജിന് TC കൊടുത്തു വിടുന്നുള്ള കാര്യത്തിൽ തന്നെ. നമ്മളൊരു സംശയം പാടില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യണം. കൊടുക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഒരു വർഷം എക്സ്ക്യൂസ് കൊടുക്കണം. നമ്മൾ അങ്ങനെ ബെഗ് ചെയ്യും. കാരണം നമ്മൾ ഒരു കുട്ടിയുടെ ഭാവി തുലയ്ക്കാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും അങ്ങനെ ചെയ്യണം. ഈ കുട്ടിയോട് ഉള്ളിടത്തോളം അവന് അത് ചെയ്തു, എന്നെ ഒന്നും ചെയ്തില്ല, അവൻ അടുത്ത മോട്ടീവായി. സത്യം ഇത്രേ ഉണ്ടാവുള്ളൂ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു വർഷം, അതായത് ഫസ്റ്റ് ഇയറിൽ ചെല്ലുമ്പോൾ ശരിക്കും ഒരു ഡോക്യുമെന്റ് ടൈപ്പിൽ നഷ്ടപ്പെട്ട ജീവൻ, ഇതിനെത്ര ഏറെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ഇത് കാണണം. അതിൻ്റെ കൂടെ സീനിയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് എല്ലാവരും വേണം ഒരുമിച്ച്. എന്നിട്ട് ഇത് അവരെ കുറച്ചും കൂടി ഒന്ന് ഇഞ്ചക്ട് ചെയ്യണം. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. നിങ്ങൾ പഠിക്കാൻ വന്നാണെങ്കിൽ നല്ല സന്തോഷമായിട്ട് പഠിച്ച് നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യാം. അതോ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് ക്യാമ്പസ് കൊടുക്കുക, സീനിയേഴ്സ് ആണെങ്കിൽ സീനിയേഴ്സ് കൊടുക്കുക, അങ്ങനത്തെ രീതിയിൽ ചെയ്യുക. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കുറെ കേസ് കണ്ടിട്ടുണ്ടോ ഈ ഇങ്ങനത്തെ റാഗിങ് ഒക്കെ കുറെ മുമ്പ് വരെ ഞാൻ പറയുന്ന കാര്യം കുറെ മുമ്പ് വരെ. ഇപ്പോൾ ഇതിന്റെ ജൂനിയറാണ്, ഞാൻ സീനിയറാണ്, ഞാൻ പഠിച്ചൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി. ഓട്ടോമാറ്റിക്കലി നമ്മൾ തമ്മിൽ ആദ്യം കുറെ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ കോളേജിൽ നിന്ന് ഫെയർവെൽ കിട്ടുമ്പോൾ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. അതിനുശേഷം ഞാൻ സജസ്റ്റ് ചെയ്ത് എനിക്ക് ഇതിന്റെ കമ്പനിയിൽ കിട്ടുന്ന തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അങ്ങനെയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നു യാതൊരു പ്രതീക്ഷ വേണ്ട. കാരണം ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഹീറോയിസം. ഇപ്പൊ നമ്മള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു 3 കേസ് നമ്മൾ കണ്ടത് മാത്രമാണ്. ഈ കാണാത്തതായിട്ട്, നമ്മൾ അറിയാത്തതായിട്ട് ഒരുപാട് കേസുകൾ ഉണ്ടാവും റാഗിങ്ങിന്റെ. അപ്പൊ നിങ്ങളൊക്കെ റാഗിങ്ങിന് ഇരയായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും തുറന്ന് പറയാം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്ര ബ്രൂട്ടലായിട്ട് ഇതായിട്ടുണ്ടെങ്കിലും നിങ്ങൾ തുറന്ന് പറയാം കാര്യങ്ങൾ. വീട്ടിലാണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ സ്കൂളുകളിലെ ബന്ധപ്പെട്ട ആളുകളോടാണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയാം. നിയമപരമായിട്ട് നീങ്ങാം. അപ്പൊ എല്ലാവർക്കും നന്ദി.